Welcome to plus 2 physics series. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അത് കുറച്ചുകൂടെ തൽക്കാലം. First one, assuming that a hydrogen atom has an electron revolving around a proton in a circular orbit of radius 0.5 into 10 raised to minus 10 meter, calculate the kinetic energy of the electron. അങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന് സർക്കുലാർ ഓർബിറ്റിലാകുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മൂലമാണ് കിട്ടുക. ഇവിടെ ഇപ്പോൾ പ്രോട്ടോൺ ആ ന്യൂക്ലിയസ്, പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുക. അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിക്കംസ് ദി സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈക്വൽസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 ഇൻറ്റു Q1 Q2 r². ഇലക്ട്രോണാണ് ഇവിടെ. ഇലക്ട്രോണും പ്രോട്ടോണും കൂടെ. ഇലക്ട്രോണിൻ്റെ ചാർജ് E, പ്രോട്ടോണിൻ്റെ ചാർജും E. അപ്പോൾ E ഇൻറ്റു E²/r². ഇവിടെ ഇപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6. അതിപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസാണ്. ഇത് ഒരാളെ ക്യാൻസൽ ചെയ്യുമ്പോൾ mv² ഈക്വൽസ് this is 9 into 10 raised to 9 into E²/r. ഇതിനെ രണ്ട് ഹാഫ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഹാഫ് mv² എന്നാകും. ഈക്വൽസ് ഹാഫ് ഇൻറ്റു 9 into 10 raised to 9 into E. ഇലക്ട്രോൺ ചാർജ് 1.6 into 10 raised to minus 19 സ്ക്വയർ ബൈ radius of the circular path 0.5 into 10 raised to minus 10. ഇത് kinetic energy. So kinetic energy is this much and the answer is 23.04 into 10 raised to minus 19 joule. അതാണ് ആൻസർ. അടുത്തത്, two exactly identical bodies A and B are given charges of magnitude capital Q and small q respectively. When the bodies are 100 meters apart, they attract each other with a force of 1.8 into 10 raised to 7 Newton. The bodies are then brought into contact and again placed 100 meters apart. Now they repel with a force 1.44 into 10 raised to 7 Newton. Calculate values of capital Q and small q. അതിപ്പോൾ കുളംസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ആദ്യം എ ബി, ഇതിലെ ചാർജ് ക്യാപിറ്റൽ ക്യൂ, ഇതിലെ ചാർജ് സ്മോൾ ക്യൂ. ഇത് അട്രാക്റ്റ് ചെയ്യുന്നു. 100 മീറ്റർ അകലത്തിരിക്കുമ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ്, അല്ലെങ്കിൽ ഇത് പ്ലസ്സും ഇത് മൈനസും എന്തും ആയിക്കോട്ടെ. അങ്ങനെ ഫോഴ്സ് F ഈക്വൽസ് 9 into 10 raised to 9 into Q1 Q2 r². ആദ്യം ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നിട്ടുണ്ട് 1.8 into 10 raised to 7. അപ്പോൾ ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽസ് 9 into 10 raised to 9 into Q1 Q2 Q into Q. ഫോഴ്സ് കാണുമ്പോൾ സൈൻ കൊടുക്കണ്ട. Q into ചാർജിൻ്റെ സൈൻ കൊടുക്കരുത്. പൊട്ടൻഷ്യൽ ചെയ്യുമ്പോഴേ കൊടുക്കാവും. Q into Q by distance is 100 meters, so 100 square. ഇവിടുന്ന് Q into Q സോൾവ് ചെയ്യാം. You will get it as 20. That is equation number 1. ഇനി ഇത് രണ്ടും കൂടെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നതാണ്. കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ
ചാർജ് ഷെയർ ചെയ്യും. ഇതിൽ ഒരു എയിൽ +10 അല്ലെ +15 ബിയിൽ 10 ആണെന്നിരിക്കട്ടെ, -10. എങ്കിൽ ബിയിൽ നിന്നും എയിലേക്ക് ആദ്യം 5 കുളമ്പ് ചെന്നിട്ട്, അപ്പോൾ എയിൽ +10 ബിയിൽ -5 എന്നിരിക്കട്ടെ. അപ്പോൾ എയിൽ നിന്നും +5 ബിയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ -5 അതങ്ങ് ന്യൂട്രലൈസ് ചെയ്യും. പോയിട്ട് എയിൽ ഇപ്പോൾ 10 ബിയിൽ 0. ഈ 10 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ പകുതി അങ്ങോട്ട് പോകും, പകുതി ഇവിടെ നിലനിർത്തും. രണ്ടിനും സെയിം ഐഡൻറ്റിക്കൽ ബോഡീസാണ്. അപ്പോൾ ചാർജ് ഉൾക്കൊള്ളാനുള്ള കഴിവ് സെയിമാണ്. അപ്പോൾ ചുരുക്കത്തിൽ 10ൽ നിന്ന് 5 ചെന്നു, ബാക്കിയുള്ള 2 ഡിവൈഡ് ചെയ്തു, ഹാഫായിട്ട്. അപ്പം നമുക്ക് ജനറലായിട്ട് അങ്ങനെ പറയാം. ക്യാപിറ്റൽ ക്യൂ ആണ് എയിലെ ചാർജ്, സ്മോൾ ക്യൂ അതിപ്പോൾ നെഗറ്റീവ് ആണെന്നെങ്കിൽ സങ്കല്പിക്കുക, -സ്മോൾ ക്യൂ അട്രാക്ഷൻ ആണല്ലോ. ആൻസർ കഴിയുമ്പോൾ നമുക്ക് +or- ഒക്കെ തിരിച്ചും മറിച്ച് ഉപയോഗിക്കാം. അപ്പോൾ എങ്കിൽ ഇതിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോകുന്നത് ക്യൂ -സ്മോൾ ക്യൂ, എന്നിട്ട് ഹാഫായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഷെയറിങ് കഴിയുമ്പോൾ ഓരോന്നിലെയും ചാർജ് ക്യാപിറ്റൽ ക്യൂ -സ്മോൾ ക്യൂ ദി ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ചാർജ് ഷെയറിങ് കഴിയുമ്പോൾ Q+Q/2 എന്നെടുക്കാം. ഈ +Q എന്ന് പറയുന്നത് ഇവിടെ -Q ആണ്. അപ്പോൾ ജനറലായിട്ട് Q+Q/2 ഷെയറിങ് കഴിയുമ്പോൾ ഫൈനൽ ചാർജ് ഓരോന്നിലെയും രണ്ടും ഒരേ ഐഡൻറ്റിക്കൽ ബോഡീസ് ആണ്, ഓരോന്നിലെയും ചാർജ് Q+Q/2. ഇവിടെ ഇപ്പോൾ അത് Q-Q/2 ഇപ്പോഴും പഴയ അകലത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, 100 മീറ്റർ. ഇപ്പോൾ ഫോഴ്സ് 1.44 × 10⁻⁷ ഈക്വൽസ് 9 × 10⁹ ഇൻറ്റു Q1 Q2/r². അപ്പോൾ Q-Q/2 ഇൻറ്റു Q-Q/2. അപ്പോൾ Q-Q/2 ദി ഹോൾ സ്ക്വയർ ബൈ ഡിസ്റ്റൻസ് 100 ഇതിൽ നിന്നും Q-Q ദി ഹോൾ സ്ക്വയർ സിംപ്ലിഫൈ കണ്ടുപിടിക്കാം. വി വിൽ ഗെറ്റ് 64. എങ്കിൽ Q-Q is 8 √64. Equation number 2 is equation 1. A-B ഉണ്ടെങ്കിൽ നമുക്ക് A+B കണ്ടുപിടിക്കാം. ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, A+B ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് A-B ദി ഹോൾ സ്ക്വയർ +4AB, അല്ലെങ്കിൽ A-B ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് A+B ദി ഹോൾ സ്ക്വയർ -4AB. അപ്പോൾ സന്ദർഭം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ A+B ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് A-B ദി ഹോൾ സ്ക്വയർ +4AB. ആ ഐഡൻറ്റിറ്റി ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ Q+Q ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് Q-Q ദി ഹോൾ സ്ക്വയർ +4Q × Q. Q-Q ദി ഹോൾ സ്ക്വയർ നമുക്കറിയാം, Q × Q അറിയാം. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q+Q ദി ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ Q+Q ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് 64 + 4 × Q × Q, that is 20 or 144. That means Q+Q equals square root of 144, that is 12. Q-Q നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 8. ഇത് രണ്ടും കൂടെ ഉപയോഗിച്ച് നമുക്ക് ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ കണ്ടുപിടിക്കാം. ആഡ് ചെയ്യുമ്പോൾ 2Q = 20 or Q = 10. സ്മോൾ ക്യൂ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Q+Q 12 അല്ലേ, ക്യാപിറ്റൽ ക്യൂ 10 ആകുമ്പോൾ സ്മോൾ ക്യൂ ഈസ് 2. അപ്പോൾ സോൾവ് ചെയ്തു. ആൻസർ എഴുതുമ്പോൾ ക്യാപിറ്റൽ ക്യൂ ക്യാൻ ബി ഈക്വൽസ് +or- 10 കൂളംബ്. എങ്കിൽ സ്മോൾ ക്യൂ ഈസ് -or+2 കൂളംബ്. കാരണം ആ രണ്ടും ഓപ്പോസിറ്റ് ചാർജായിരുന്നു, അട്രാക്ഷൻ ആയിട്ട്. അപ്പോൾ ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ്. ഇങ്ങനെ വേണം ആൻസർ എഴുതാൻ. Another one. Calculate the dipole moment of a water molecule. Use the figure.
ഒരു O2 നെഗറ്റീവ് അയോണ്, H1 പ്ലസ് അയോൺ, H1 പ്ലസ് അയോൺ, ഓരോന്നും ഓരോ ഡൈപോളാണ്. ഇതിലെ ഒരു O പ്ലസും O മൈനസും H പ്ലസും ചേർന്ന് ഒരു ഡൈപോള്, മറ്റേ O മൈനസും H പ്ലസും കൂടെ ചേർന്ന് രണ്ടാമത്തെ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടാണ്. P1 P2. ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഡിയുടെ വാല്യൂ 0.96 × 10⁻⁻10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ആംഗിൾ, ബോണ്ട് ആംഗിൾ 105 ഡിഗ്രി. ഇപ്പോൾ P1 P2 ഇതിൻ്റെ റിസൾട്ടൻ്റ് മോമെൻ്റ് ആണ് വാട്ടർ മോളിക്യൂളിൻ്റെ മോമെൻറ്റ്. ഈ P1 ഈക്വൽസ് P2 രണ്ടിൻ്റെ മോമെൻറ്റ് സെയിം ആയിവിടെ, രണ്ടും ഐഡൻറ്റിക്കൽ ഡൈപോൾസ്. അപ്പോൾ P1 ഈക്വൽസ് P2 ഈക്വൽസ് Q ഇൻറ്റു ഡൈപോൾ സെപ്പറേഷൻ. ഇവിടെ Q എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഓക്സിജൻ O മൈനസ്, ടു മൈനസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരു ഇലക്ട്രോണും ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഡൈപോൾ ഫോം ചെയ്യുക. അപ്പോൾ ഈ ഡൈപോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദി ചാർജസ് എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ P1 ഈക്വൽസ് P2 ഈക്വൽസ് E. ഇലക്ട്രോൺ എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഇതുമായിട്ട് ഉള്ള ഡൈപോൾ എടുക്കുമ്പോൾ ഇതിലെ ഒരു എക്സസ് ഇലക്ട്രോൺ എടുക്കുന്നു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി. അപ്പോൾ +E -E +E -E. അപ്പോൾ ഇവിടെ -2E ആവും. that is E into D. Q into ഡൈപോൾ സെപ്പറേഷൻ, അത് ഇവിടെ D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ E into D equals 1.6 × 10⁻⁻19 into D is 0.96 × 10⁻⁻19, or that is 1.54 × 10⁻29 Coulomb meter. P1 P2 തമ്മിലുള്ള ആംഗിൾ 105 ഡിഗ്രി എങ്കിൽ റിസൾട്ടൻ്റ് തീറ്റ 105 ഡിഗ്രി. റിസൾട്ട് പാരലോഗ്രാം റൂള് ഞാൻ പറഞ്ഞതായി ഡൈപോളിൻ്റെ കൂടുതൽ. P = √of P1² + P2² + 2P1 P2 cos θ. ഇതിൽ രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന വെക്റ്റർ രണ്ട് വെക്റ്ററിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എ ആണ് എങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 2A cos θ/2. അത് പാരലോഗ്രാം ലോയുടെ സ്പെഷ്യൽ കേസായിട്ട് പറഞ്ഞു. എൻ്റെ പാരലോഗ്രാം ലോ ക്യാപ്സ്യൂൾ പോലെ ഒരു പോസ്റ്റിങ്ങിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്റ്റേഴ്സ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ, രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിമും ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഈ ജനറൽ ഫോർമുല, സിമ്പിൾ ഫോർമുല ആയിട്ട് റെഡ്യൂസ് ചെയ്യും. റിസൾട്ടൻ്റ് ഈക്വൽസ് 2 × 1 of the vectors, modulus of 1 of the 2 × A into cos θ/2. ആംഗിളിൻ്റെ ഹാഫ് വേണം കോസിൻ്റെ കൂടെ വരാൻ. ഇവിടെ ഇപ്പോൾ 2 × ഒരു ഡൈപോൾ മൊമെൻ്റ് എടുത്താൽ മതി, 1.54 × 10⁻⁻29 into cos θ/2. θ/2 is 105/2. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.87 × 10⁻⁻29 Coulomb meter. So this is the dipole moment of water molecule. Another one. An electric dipole of moment 2 × 10⁻⁻20 Coulomb meter is placed in a uniform electric field of strength 3 × 10⁻⁴ Newton per Coulomb അല്ലെ volt per meter. Calculate the work required to turn the dipole from angle 30 degree to 60 degree away from the field. നമ്മൾ കണ്ടു ഡൈപോൾ ആ ഫീൽഡിന് പാരലായിട്ട് സാധാരണ നിൽക്കും. അപ്പോൾ തീറ്റ 0 cos 0 is 1. അവിടെ നിന്ന് തീറ്റയിലേക്ക് ഇത് തിരിക്കണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് EP × 1 - cos θ. അത് തന്നെ അതിൻ്റെ പൊട്ടൻഷ്യലിന് മതി.
അപ്പോൾ ഇവിടെ തീറ്റ ഇനിഷ്യൽ ആംഗിൾ 0 എന്നെടുത്തിരിക്കുക. അതുകൊണ്ട് ആ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞത്. നേരെ ഇനിഷ്യൽ ആംഗിൾ തീറ്റ 1ഉം തീറ്റ 1ൽ നിന്ന് തീറ്റ 2 തിരിക്കേണ്ടതെങ്കിൽ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് ഇ പി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അപ്പോൾ ആദ്യത്തെ ഫോർമുല തീറ്റ 1 0 എന്ന് ഇട്ടാൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുല കിട്ടും. അപ്പോൾ വർക്ക് ഈസ് ഇ പി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. That is, E is 3 into 10 raised to 4 into P. P is 5 into 2 into 10 raised to minus 20. 2 into 10 raised to minus 20 into cos theta 1 is 30 minus cos theta 2 is 60. The final answer is 2.2 into 10 raised to minus 16 joule. ഇതാണ് എൻ്റെ ആൻസർ. താങ്ക് യു.